we'll be discussing this topic, teaching the communication skills. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. നമുക്കറിയാം, ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ വി അഡോപ്റ്റ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ലൈക്ക് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് സിറ്റുവേഷണൽ അപ്രോച്ച്. പക്ഷേ ഈ മെത്തേഡ്സ് എല്ലാം ട്രഡീഷണൽ മെത്തേഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. എന്താ വെച്ചാൽ these kinds of methods are insufficient to promote learning English as a second language. നമുക്കറിയാം, അവർ ഫസ്റ്റ് ലാംഗ്വേജ് ഇസ് അവർ മദർ ടങ് അല്ലേ? പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് പഠിക്കുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇത്തരം മെത്തേഡ്സ് കൊണ്ട് ആ കുട്ടിക്ക് കംപ്ലീറ്റ്ലി ആ ഒരു ലാംഗ്വേജിലെ പ്രൊഫഷൻസി നേടുന്നില്ല. അതായത് ഈ മെത്തേഡ്സിനെല്ലാം അതിൻ്റേതായിട്ടുള്ള ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. So then there was a shift in approach to teaching of English which emphasized developing communication skills in English. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, വാട്ട് വി ഹാവ് ടു ഫോക്കസ് ഓൺ ഇസ് ദ കമ്മ്യൂണിക്കേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ദ ലാംഗ്വേജ്. നമുക്കറിയാം, ലാംഗ്വേജ് ഇസ് പ്രൈമർലി മെൻ ഫോർ കമ്മ്യൂണിക്കേഷൻ അല്ലേ? ലാംഗ്വേജ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രൈമർലി ഫോർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ആസ്പെക്റ്റ് നമ്മുടെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. So it was the criticism that was leveled against structural linguistic theory by American linguist Noam Chomsky that paved the way to focus in language teaching on communicative proficiency rather than on mere mastery of structures. നമുക്കറിയാം, അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ആയിട്ടുള്ള നോം ചോംസ്കി, അദ്ദേഹത്തിൻ്റെ ഒരു ലിംഗ്വിസ്റ്റ് തിയറി ഉണ്ട്. ഇറ്റ് വാസ് എ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക് തിയറിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് പറയുന്നത്, നമ്മൾ വെറും സ്ട്രക്ചറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരുപാട് ഗ്രാമറ്റിക്കൽ റൂൾസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാപ്പാഠം പഠിക്കുകയാണ് അല്ലേ? വി ആർ ആക്ച്വലി പ്രൊമോട്ടിങ് റോട്ട് ലേണിംഗ്. ബട്ട് ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതൊന്നും നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, അത് ഉപയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അത് കേട്ടാൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ, വെറും എഴുത്തിലേക്ക് നമ്മുടെ ലാംഗ്വേജ് ചുരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതുകൊണ്ടൊരു ഉപയോഗമില്ല. ദർ ഇസ് നോ ഔട്ട്കം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്ട്രക്ചറൽ ആസ്പെക്റ്റ് മാറ്റി വെച്ചിട്ട് we have to focus on the communicative aspect of the language. That means നമ്മൾ ഏതിൽ മാസ്റ്ററി നേടണം? കമ്മ്യൂണിക്കേഷനിൽ. ഓക്കെ, ദ വെരി പർപ്പസ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറഞ്ഞത് കമ്മ്യൂണിക്കേഷനാണ്. സോ ടീച്ചിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അറ്റംപ്റ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ആർ എൻകറേജ് ഫ്രം ദ വെരി ബിഗിനിങ്. ഒരു കുട്ടി ഇംഗ്ലീഷ് പഠിച്ച്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ കുട്ടിക്ക് അത് അൾട്ടിമേറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നത് നമ്മൾ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. സോ ലിംഗ്വിസ്റ്റിക് സിസ്റ്റം ഇൻ ദ ടാർഗറ്റ് ലാംഗ്വേജ് ഇസ് ലേൺ ബെസ്റ്റ് ത്രൂ ദ പ്രോസസ് ഓഫ് സ്ട്രഗ്ലിംഗ് ടു കമ്മ്യൂണിക്കേറ്റ്. ആ കുട്ടി ആ ലാംഗ്വേജ് അത് ഉപയോഗിക്കാൻ ആക്ച്വലി അത് തുടങ്ങുമ്പോൾ, അപ്പോൾ മാത്രമാണ് ആ കുട്ടിക്ക് അതിൻ്റെ കുഴപ്പങ്ങൾ മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയ മനസ്സിലാവുന്നത്. പതിയെ പതിയെ കുട്ടി ആ ഒരു ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസി നേടുന്നു, ഒരു കമ്മ്യൂണിക്കേറ്റീവ് കോമ്പിറ്റൻസി നേടുന്നു. ബട്ട് ബൈ ഓൾ മീൻസ് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പിറ്റൻസ് ഇസ് എ ഡിസൈഡ് റൂൾ. സോ വാട്ട് എവർ ബി, നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രൈമർലി ഇറ്റ്സ് മെൻ ഫോർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതായിരിക്കണം നമ്മുടെ ഗോൾ. The very aim of teachers in developing communication skills in students is to help them in any way to work that motivates them to work with the languages. So നമ്മൾ as a teachers of English, what we have to do is to develop activities that would help them to improve their language. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുന്നത്, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അവർക്ക് മാക്സിമം എന്ത് ചെയ്യുക, അവർക്ക് അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യത്തക്ക ആക്ടിവിറ്റീസ് എല്ലാം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഫ്ലുവൻസി ആൻഡ് ആക്സെപ്റ്റബിൾ ലാംഗ്വേജ് ഇസ് എ മെയിൻ ഗോൾ ആൻഡ് ആക്യുറസി ഈസ് ജഡ്ജ് കോണ്ടെക്ച്വലി. നമ്മൾ അടുത്തത് ഫോക്കസ് കൊടുക്കേണ്ടത് മാക്സിമം അവർക്ക് ഫ്ലുവൻ്റായിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റണം. ആൻഡ് ഒരുപാട് സെറ്റ് ഓഫ് റൂൾസ് മുന്നിൽ വെച്ചിട്ട് അത് കാണാപ്പാഠം പഠിക്കാൻ അവരെ ഇൻസിസ്റ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം? കോണ്ടെക്ച്വലി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ അവർക്ക് ഏബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ആൻഡ് ജസ്റ്റ് ഡെവലപ്പ് ആക്ടിവിറ്റീസ് ടു ഇംപ്രൂവ് ദെയർ ലാംഗ്വേജ് സ്കിൽസ്. അതിന് നമ്മൾ കോണ്ടെക്ച്വലി എന്ന് പറഞ്ഞാൽ നമുക്ക് പല സാഹചര്യങ്ങളുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, വി ഹാവ് ഫോർമൽ സിറ്റുവേഷൻസ് ആസ് വെൽ ആസ് ഇൻഫോർമൽ സിറ്റുവേഷൻ. ഫോർമൽ സിറ്റുവേഷനിൽ എങ്ങനെ ലാംഗ്വേജ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻഫോർമൽ സിറ്റുവേഷനിൽ എങ്ങനെ അതിന് പകരമായിട്ട് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഉപയോഗിക്കാം. ഈ രീതിയിൽ നമുക്ക് ലാംഗ്വേജ് ആക്ച്വലി ഇൻ യൂസ് അതായിരിക്കണം നമ്മൾ പഠിപ്പിക്കേണ്ടത്, അല്ലാതെ നോട്ട് ഇൻ ദ റിട്ടൺ ഫോം.
സ്റ്റുഡൻസ് ആർ എക്സ്പെക്റ്റഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദെയർ പിയർ ഗ്രൂപ്പ് ഇൻ ഇംഗ്ലീഷ്. സോ ഈ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളോട് ഇൻസിസ്റ്റ് ചെയ്യാം ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് വിത്ത് ദെയർ പിയേഴ്സ്. ആൻഡ് ഫോർ ദിസ് ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു അക്യൂർ പ്രൊവിഷൻസി. ഇനി ഇതിങ്ങനെ അവരുടെ പിയേഴ്സ് പറഞ്ഞാൽ സെയിം ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എൻകറേജ്മെൻറ്റ് മാത്രം കൊടുത്താൽ പോരാ, അവരെ നമ്മൾ ലാംഗ്വേജ് സ്കിൽസ് പഠിപ്പിക്കണം. ഏതൊക്കെയാണ് ലാംഗ്വേജ് സ്കിൽസ്? ദേ ആർ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ആദ്യം ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ടീച്ചിങ് ലിസണിങ് സ്കില്ലാണ്. എങ്ങനെ നമുക്ക് ലിസണിങ് സ്കില്ല് കുട്ടികളുടെ ഇമ്പ്രൂവ് ചെയ്യത്തക്ക നമ്മുടെ ക്ലാസ്സിനെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം ലിസണിങ് അല്ലേ. ലിസണിങ് എന്ന് പറയുന്നത് നമുക്കറിയാം LSRW സ്കില്ലിൽ ഫസ്റ്റ് വരുന്ന ലിസണിങ് ആണ്. സോ ലിസണിങ് ഈസ് ദ വെരി ബേസിക്, ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷണൽ സ്കിൽ. സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആദ്യം നമ്മൾ തുടങ്ങേണ്ട അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലാണ് ലിസണിങ് സ്കിൽ. So the order in the LSRW is not randomly fixed but scientifically proven. അതായത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ LSRW എന്ന് പറഞ്ഞാൽ റാൻഡമായിട്ട് ഇങ്ങനെ വാക്കുകൾ ചേർത്ത് വെച്ചതല്ല. ഇതിന് കൃത്യമായിട്ട് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു ഓർഡറാണ്. അതായത് നമ്മളൊരു ലാംഗ്വേജ് അക്വിസിഷനിൽ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഓർഡറിലാണ്, അതായത് ആദ്യം ലിസണിങ്, ദെൻ സ്പീക്കിംഗ്, ദെൻ റീഡിങ്, ദെൻ റൈറ്റിംഗ്, ഈ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിച്ചതെങ്കിൽ ആ ലാംഗ്വേജ് നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സോ ആസ് വി ഓൾ നോ വി ആർ ഗുഡ് ഇൻ അവർ മദർ ടങ് അല്ലേ. നമുക്കെല്ലാം അറിയാം നമ്മുടെ മദർ ടങ് ഇറ്റ് ഈസ് മലയാളം. സോ വി ആർ ഗുഡ് ഇൻ ഇറ്റ്. എന്തുകൊണ്ടാണ് നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ ഇത്ര പ്രൊഫഷണൽ ആയത്? ബിക്കോസ് വി സ്റ്റാർട്ടഡ് ലേണിംഗ് മലയാളം ബൈ ഫോളോയിങ് ദിസ് സയൻറ്റിഫിക് ഓർഡർ. ഈ ഒരു സയൻറ്റിഫിക് ഓർഡർ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ മലയാളം പഠിച്ചത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വി ലേൺ മലയാളം ഫസ്റ്റ് ത്രൂ ലിസണിങ് അല്ലേ. നമ്മൾ മലയാളം അതായത് നമ്മുടെ മദർ ടങ്ക് ആദ്യം ലിസൺ ചെയ്തിട്ടാണ് പഠിച്ചത്. നമ്മൾ ഈ സയൻറ്റിഫിക് ഓർഡർ ഫോളോ ചെയ്തിട്ടാണ് പഠിച്ചത്. ഇതിപ്പോൾ നമ്മുടെ കേസ് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈവൻ ഡിഗ്രി ഹോൾഡേഴ്സ് ദേ കാൺ ഈവൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. വാട്ട് മൈറ്റ് ബി ദ റീസൺ? അതിൻ്റെ റീസൺ എന്താ? നമ്മുടെ നാട്ടിലാണെങ്കിൽ നന്നായിട്ട് എഴുതാൻ പറ്റുമായിരിക്കൊക്കെ, ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന പലർക്കും ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ അറിയില്ല. അതിൻ്റെ സോൾ റീസൺ എന്താണ്? നമ്മുടെ സ്കൂൾ ലെവലിൽ വി ആക്ച്വലി ടോട്ട് ദ സ്റ്റുഡൻസ് ഹൗ ടു റൈറ്റ് ഫസ്റ്റ് അല്ലേ. ആദ്യം കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചത് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. അതായത് ഈ LSRW സ്കില്ല് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വരേണ്ട കാര്യമാണ് നമ്മൾ ഫസ്റ്റ് പഠിപ്പിച്ചത്. അതായത് റിവേഴ്സ് ഓർഡറാണ് നമ്മൾ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് തുടങ്ങിയത്. അതുകൊണ്ടാണ് ഒട്ടുമിക്ക കുട്ടികൾക്കും ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തത്. സോ ആസ് ടീച്ചേഴ്സ് ഓഫ് ഇംഗ്ലീഷ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ഷുഡ് സ്റ്റാർട്ട് റൈറ്റ് ഫ്രം ദ സയൻറ്റിഫിക് ഓർഡർ ഓഫ് LSRW സ്കിൽസ്. അതെങ്ങനെയാണ്? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ. So it is necessary for the learners to start learning English primarily through listening. So നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് ലിസണിങ്ങിൽ നിന്നാണ്. ടീച്ചേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ഷുഡ് ഫോമുലേറ്റ് ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ഡെവലപ്പ് ദി ലേണേഴ്സ് ലിസണിങ് സ്കിൽ. അപ്പോൾ നമ്മുടെ ലേണേഴ്സിൻ്റെ ലിസണിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യത്തക്ക വി ആസ് എ ടീച്ചേഴ്സ് ഓഫ് ഇംഗ്ലീഷ് വി ഹാവ് ടു ഡെവലപ്പ് certain ആക്ടിവിറ്റീസ് ടു ഇംപ്രൂവ് ദെയർ ലിസണിങ് സ്കിൽ. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 3 kinds of മെറ്റീരിയൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഓത്തൻറ്റിക് ലിസണിങ് മെറ്റീരിയൽസ്, സെക്കൻഡ് വൺ റെക്കോർഡഡ് ലിസണിങ് മെറ്റീരിയൽസ് ആൻഡ് തേർഡ് വൺ ലൈവ് ലിസണിങ് മെറ്റീരിയൽസ്. എന്താണ് ഓത്തൻറ്റിക് മെറ്റീരിയൽസ് ഫോർ ലിസണിങ് ക്ലാസ്? ഇവിടെ ഓത്തൻറ്റിക് ലിസണിങ് മെറ്റീരിയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ റിഹേഴ്സൽ ഇല്ലാതെ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഇല്ലാതെ നമ്മൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓത്തൻറ്റിക് വിച്ച് മീൻസ് ട്രൂ അല്ലേ. സോ ഓത്തൻറ്റിക് മെറ്റീരിയൽസ്, സോ ദ എക്സാമ്പിൾസ് ഓഫ് ഓത്തൻറ്റിക് മെറ്റീരിയൽസ് ആർ cricket commentary, certain announcement, that means the announcement at the railway station. All these are not rehearsed or പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ്. ഇതെല്ലാം സ്പോട്ടിൽ പറയുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് എക്സ്പോഷർ കൊടുക്കുന്നതിനെയാണ് ഒതൻറ്റിക് ലിസണിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒതൻറ്റിക് മെറ്റീരിയൽസ് ഫോർ ലിസണിങ് ക്ലാസ്. അപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്പെസിഫിക് പ്രായക്കാർക്ക് എന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് ഇതൊരു ബുദ്ധിമുട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും. ആൻഡ് സെക്കൻഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് റെക്കോർഡഡ് ലിസണിങ് മെറ്റീരിയലാണ്. നമ്മൾ ഒതൻറ്റിക് ലിസണിങ് മെറ്റീരിയൽസ് വെൻ വി കമ്പയർ ഇറ്റ് വിത്ത് ഒതൻറ്റിക് ലിസണിങ് മെറ്റീരിയൽസ്, റെക്കോർഡിംഗ് ലിസണിങ് മെറ്റീരിയൽസ് ഇറ്റ് ഹാവ് ബീൻ പ്രിപ്പയർഡ് ആൻഡ് ഓൾസോ ഇതിനൊരു സ്പെസിഫിക് എയിം ഉണ്ട്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളിത് കൊടുക്കുക. അതായത് ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ഇറ്റ് മൈറ്റ് ബി എ സ്റ്റോറി ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് എ റെക്കോർഡഡ് വീഡിയോ നമ്മൾ കുട്ടികൾക്ക് കാണിക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡിസ്ട്രിബ്യൂട്ട് വർക്ക് ഷീറ്റ് ടു ദ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള റെക്കോർഡഡ് വീഡിയോൻ്റെ അല്ലെങ്കിൽ ഓഡിയോൻ്റെ ബേസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യണം, ദേ ആർ സപ്പോസ് ടു സോൾവ് ദ വർക്ക് ഷീറ്റ്. ഇതങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് അവരുടെ ലിസണിങ് ഇമ്പ്രൂവ് ആവും. കാരണം അവരെന്താണ് വളരെ കീനായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കും. എന്നിട്ട് വേണം അവർക്ക് എന്ത് ചെയ്യാൻ, ആ വർക്ക് ഷീറ്റ് ഫില്ല് ചെയ്യാൻ. സോ ദിസ് ഈസ് റെക്കോർഡഡ് listening material.
ദ ലാസ്റ്റ് വൺ ഇസ് ലൈവ് ലിസണിങ് മെറ്റീരിയൽ. ലൈവ് ലിസണിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ലൈവാണ് അല്ലേ. അതായത് ഇവിടെ ടീച്ചറാണ്, ഷീ ഈസ് ദ വൺ ഹൂ ഈസ് സ്പീക്കിംഗ് ദ പീസ് അല്ലെങ്കിൽ ഡെലിവറിങ് ദ കോണ്ടന്റ്. ആസ് ദ ടീച്ചർ ഹിംസെൽഫ് ആസ്കിംഗ് ദ പീസ്, ഹി ക്യാൻ അപ്രോച്ച് ടു ദ ലിസണിങ് ആക്ടിവിറ്റി വിത്ത് കീപ്പിംഗ് ദ ലെവൽ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹിസ് മൈൻഡ്. ഇവിടെ ഒന്നും റെക്കോർഡ് ചെയ്യല്ല, ലൈവാണ്, ടീച്ചറാണ് എന്ത് ചെയ്യുന്നത്, കോണ്ടന്റ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ നമ്മളെ ശ്രദ്ധിക്കുന്ന സമയത്ത് ടീച്ചർക്ക് എന്ത് ചെയ്യാം, ടീച്ചർ ആക്ച്വലി ക്യാൻ കീപ്പ് ഇൻ മൈൻഡ് ദ ലെവൽ ഓഫ് സ്റ്റുഡൻസ് അല്ലേ. കുട്ടികളൊക്കെ പല രീതിയിലുള്ള കുട്ടികളായിരിക്കും, പല നോളേജ് ലെവലായിരിക്കും അവർക്ക് ഉണ്ടാവുക, പല കാലിബർ ആയിരിക്കും. സോ ഈ ഒരു മെറ്റീരിയൽ, അതായത് ടീച്ചർ ഒരു ലൈവ് ലിസണിങ് മെറ്റീരിയൽ ടീച്ചർ യൂസ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ടീച്ചർ കോണ്ടൻറ്റ് ഡെലിവർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, കുട്ടികളുടെ ലെവൽ മനസ്സിലാക്കിയിട്ട് ടീച്ചർക്ക് അത് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാം. ദെൻ പക്ഷേ ഈ ഒരു കാര്യത്തിലൊരു പ്രശ്നമുണ്ട്. ടീച്ചർ ഹാസ് ടു ബി മൈൻഡ്ഫുൾ അബൌട്ട് ഹിസ് ഓർ ഹർ പ്രൊനൗൺസിയേഷൻ ആൻഡ് ഇൻറ്റൊണേഷൻ ആൻഡ് അതർ ആസ്പെക്ട്സ് സച്ച് ആസ് മോഡുലേഷൻ എക്സെട്ര. പക്ഷേ നമ്മൾ പറയുന്നത് കുട്ടികളുടെ മനസ്സിൽ തറയ്ക്കും, അല്ലെങ്കിൽ കുട്ടികൾ അത് ഫൈനലൈസ് ചെയ്യാൻ നമ്മളാണ് ഏറ്റവും നോളജബിൾ പേഴ്സൺ ആ ക്ലാസ് റൂമിൽ അല്ലേ. ടീച്ചറാണ് ഏറ്റവും നോളജബിൾ പേഴ്സൺ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രൊനൗൺസിയേഷൻ, നമ്മുടെ ഇൻറ്റൊണേഷൻ, നമ്മുടെ മോഡുലേഷൻ, എല്ലാ കാര്യവും പക്കയാണ്, കറക്റ്റാണ് എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു കാര്യത്തിൽ റിലേ ചെയ്യാൻ പാടുള്ളൂ. ദെൻ സെലക്റ്റീവ് ലിസണിങ്. ഈ സെലക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് സെലക്റ്റീവ് ലിസണിങ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു ലിസണിങ് മെറ്റീരിയൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അതിലെല്ലാ കാര്യങ്ങളും കുട്ടികൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഒബ്സർവ് ചെയ്യേണ്ട കാര്യമില്ല. ഓഡിറ്ററി അപ്രോച്ച് ഇസ് ദ ബെസ്റ്റ് അപ്രോച്ച് ടു ലേൺ എ ഫോറിൻ ലാംഗ്വേജ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലാംഗ്വേജ്, എസ്പെഷ്യലി വെൻ ഇറ്റ് ഇസ് എ ഫോറിൻ ലാംഗ്വേജ്, നമ്മളിത് പഠിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓഡിറ്ററി അപ്രോച്ചാണ്. ദാറ്റ് മീൻസ് നമ്മളത് ആദ്യം കേൾക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്കധികം സംസാരിക്കാൻ ഉള്ള ഒരു പ്രാവീണ്യമായിട്ടില്ല. സോ വാട്ട് വി ഹാവ് ടു ഡു ഫസ്റ്റ് ഇസ് ടു ലിസൺ. ബട്ട് ദ പ്രോസസ് ഇസ് നോട്ട് ആസ് ഈസി ആസ് ഇറ്റ് സീം. പക്ഷേ ഈ ഒരു ഓഡിറ്ററി നമ്മൾ വിചാരിക്കും വെറുതെ കേട്ടാൽ പോരെ, പക്ഷെ അങ്ങനെയല്ല, ഇതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നാണ് പറയുന്നത്. The beginners will be in utter confusion on what aspect of language to be concentrated upon. As we are beginners അല്ലേ, നമ്മൾ ബിഗിനേഴ്സ് ആവുന്ന ആ ഒരു പൊസിഷനിലാണ് നമ്മളൊരു ലിസണിങ് മെറ്റീരിയൽ നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമുക്ക് വിൽ ബി ഇൻ എൻ അട്ടർ കൺഫ്യൂഷൻ. എന്തിന്, ഓൺ വാട്ട് ആസ്പെക്ട് ഓഫ് ദ ലാംഗ്വേജ് ടു ബി കോൺസെൻട്രേറ്റഡ്. ലാംഗ്വേജിൻ്റെ ഏത് ഭാഗത്ത് ശ്രദ്ധിക്കണം, വൊക്കാബുലറി ആണോ അല്ലെങ്കിൽ ഗ്രാമർ ആണോ, എവിടെ നമ്മുടെ ആ ശ്രദ്ധ ഫിക്സേറ്റ് ചെയ്യണം എന്നുള്ളത് വിൽ ബി ഇൻ ഡൗട്ട്. So our ears are not properly educated to listen and understand a foreign language. ഇപ്പോൾ മലയാളം